ചേട്ടാ നമസ്കാരം. നമസ്കാരം. അമേരിക്ക ഇറാൻ യുദ്ധം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തിയിരിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മൾ ഈ ഉച്ചസ്ഥായി എന്ന് പറയുമല്ലോ. അപ്പൊ നമ്മളെ പ്രേക്ഷകര് തന്നെ വിചാരിക്കും എല്ലാ ദിവസവും ഇവന്മാർക്ക് ഉച്ചസ്ഥായി ആണല്ലോ. അതായത് ഒരു യുദ്ധം നടക്കുന്നു, ആ യുദ്ധത്തിൽ ഏറ്റവും വലിയ ആക്രമണം ഉണ്ടാകുന്ന ഒരു ദിവസം ഉണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത ദിവസം എണീച്ച് നോക്കുമ്പോൾ ഈ നോർമലിൽ നിന്ന് ഒരു ന്യൂ നോർമൽ അവർ സെറ്റ് ചെയ്തിരിക്കും. അതായത് കഴിഞ്ഞ ഉച്ചസ്ഥായിയിൽ നിന്നും പുതിയൊരു ലെവൽ സെറ്റ് ചെയ്ത് അടുത്തൊരു ഉച്ചസ്ഥായിയിൽ അവർ ഇതിനെ കൊണ്ട് നിർത്തിയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉച്ചസ്ഥായിയിൽ വീണ്ടും എത്തി എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും അത് സംഘർഷഭരിതം, അതായത് കൂടുതൽ അതിന്റെ പാരമ്യതയിൽ എത്തുക എന്ന് പറയും. അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഹോർമൂസ് കടലിടുക്കിൽ നടന്ന സംഭവ വികാസങ്ങൾ അത് ലോകത്തിന് നൽകുന്നത് ഒരു വലിയ സൂചനയാണ് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നു. പ്രധാനമായിട്ടും ആഗോള ഊർജ്ജ വിതരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായി കണക്കാക്കുന്ന ഹോർമൂസ് കടലിടുക്കിൽ ഒരു ഭീകരമായിട്ടുള്ള സൈനിക സംഘർഷം കഴിഞ്ഞ ദിവസം ഉണ്ടായി. യുഎസും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ നിർഭാഗ്യവശാൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നു. UAEയുടെ 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ഇറാൻ ക്രൂയിസ് മിസൈൽ ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ ക്രൂ അംഗമാണ് കൊല്ലപ്പെട്ടത്. 6 ഇന്ത്യക്കാരുൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ട്രംപ് വീണ്ടും അലമുറ ഇട്ടിട്ടുണ്ട്. ഹോർമൂസിൽ നിന്ന് നിങ്ങൾ ടോൾ പിരിക്കേണ്ട, ഹോർമൂസ് ഞങ്ങളുടേതാണ്, 20% ടോള് ഞങ്ങൾ ഹോർമൂസിൽ നിന്ന് പിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പൊ ഇതല്ല നമ്മുടെ ഇന്നത്തെ വാർത്ത. കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത എടുത്തപ്പോൾ ബിജുചേട്ടൻ ഒരു കാര്യം പറഞ്ഞല്ലോ, അതായത് റഷ്യയാണ് ഇറാന്റെ പിറകിൽ. കാരണം റഷ്യ യുക്രൈനിലേക്ക് യുദ്ധം നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ യുദ്ധം നയിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ആയുധങ്ങൾ തീർന്നുകൊണ്ടേയിരിക്കുന്നു. അമേരിക്കയുടെ ആയുധങ്ങൾ തീരുന്നത് ഇറാനുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു യുദ്ധത്തിലാണ്. അമേരിക്ക ഇപ്പൊ തന്നെ 5 ലക്ഷം കോടി ഫസ്റ്റ് ഫേസിൽ അമേരിക്ക അതിൽ ചെലവഴിച്ചു കഴിഞ്ഞു. താഡ് പോലുള്ള, പാട്രിയറ്റ് പോലുള്ള അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടിയുള്ള മിസൈലുകളുടെ ശേഖരം പകുതിയായി കുറഞ്ഞു. അതിനിടയിൽ റഷ്യ വലിയ രീതിയിലുള്ള ഫൈറ്റ് യുക്രൈനുമായി നടത്തുന്നുണ്ട്. യുക്രൈനെ സമ്പൂർണ്ണമായി ലാൻഡ് ലോക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം യൂറോപ്പിലേക്ക് റഷ്യ ഒരു വരവ് വരും. അപ്പോൾ അമേരിക്കയും നാറ്റോയും ആയിരിക്കും റഷ്യയെ നേരിടാൻ പോകുന്നത്. അതിനുള്ള ഒരു തയ്യാറെടുപ്പാണെന്ന് കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞിരുന്നു. അപ്പോ അത് പറഞ്ഞു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. അത് ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ റഷ്യ നേരിട്ടിറങ്ങുന്നു എന്നുള്ള ഒരു വാർത്ത പറഞ്ഞു കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ വന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഡൂംസ് ഡേ വിമാനം റഷ്യ അങ്ങോട്ടേക്ക് അയച്ചു എന്നുള്ളതാണ്. ഈ ഡൂംസ് ഡേ വിമാനം എന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു ഡൂംസ് ഡേ വിമാനം ആക്കിയതാണ് റഷ്യ. അവരുടെ ഒരു ബോംബറാണ് ഈ സാധനം. ടുപ്പുലേവ് എന്നാണ് ഈ ബോംബറിന്റെ പേര്. ഈ ബോംബർ, ഞാൻ ഈ ഡിഫൻസിനെ കുറിച്ചൊക്കെ പണ്ട് വാർത്തകളൊക്കെ നോക്കുമ്പോൾ ഈ ടുപ്പുലേവ് എന്ന് പറയുന്ന റഷ്യയുടെ ബോംബർ ഒരു ഭയാനകരമായിട്ടുള്ള ബോംബറാണ് എന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. കുറച്ച് ബോംബർ അവരുടെ കയ്യിലുണ്ട്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്തുള്ള വാർത്ത, ഒരു ബോംബർ ഒരു രാജ്യത്തിന് ഉണ്ടാകണമെങ്കിൽ ഈ ബോംബർ ഈ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിൽ 2 എണ്ണം റഷ്യ ഇന്ത്യക്ക് തരാനായിട്ട് പോവുകയാണ് എന്നുള്ള ഒരു വാർത്ത. അത് അത്യധികം വികസിതമായിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രമേ ഉണ്ടാകാറുള്ളൂ ഈ ബോംബർ. അത് ഇന്ത്യക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ഇന്ത്യ ഏത് ലെവലിൽ ചെന്ന് നിൽക്കുകയാണ് എന്ന് ആലോചിക്കണം. അതും ഈ ടുപ്പുലേവ് എന്ന് പറയുന്ന ബോംബർ തന്നെയാണ് അവരിങ്ങോട്ടേക്ക് അയക്കുന്നത്. അപ്പൊ ഈ ബോംബർ ഇവരെന്ത് ചെയ്തു, ടുപ്പുലേവ് Tu-214PU എന്ന് പറയുന്ന ഈ ബോംബർ ടെഹ്റാനിലെ മുകളിലൂടെ പറന്നു. അപ്പൊ ലോകം ഞെട്ടിപ്പോയി. ഈ ബോംബർ എന്തിനാണ് പുറത്തിറക്കുന്നത് എന്ന് നമുക്കറിയാം. ബോംബറല്ല, ഈ ഡൂംസ് ഡേ വിമാനം. സാധാരണ നമ്മൾ ഈ അമേരിക്കയിലെ ഡൂംസ് ഡേ വിമാനം പുറത്തു വന്നു, അത് പറന്നു എന്നുള്ള വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ ഭയങ്കരമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ ബോംബറിന്റെ ഈ ഡൂംസ് ഡേ വിമാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു സൈനിക കമാൻഡായിട്ട് വർത്തിക്കും എന്നുള്ളതാണ്. ഈ യുദ്ധം സമ്പൂർണമായിട്ട്, അത് ഏത് രാജ്യത്തിന്റെ ആയിരുന്നാലും യുദ്ധം സമ്പൂർണമായിട്ട് കൺട്രോൾ ചെയ്യാൻ ഒരു രാജ്യത്തിന്റെ കമാൻഡ് സെന്റർ, പറക്കുന്ന കമാൻഡ് സെന്റർ ആയിട്ട്, എയർബോൺ കമാൻഡ് പോസ്റ്റ് ആയിട്ട് വർത്തിക്കാനായിട്ട് ഈ ഡൂംസ് ഡേ വിമാനങ്ങൾക്ക് സാധിക്കും. ഇത് പുറത്തിറക്കുക എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ അർത്ഥം തന്നെ ഈ യുദ്ധത്തിൽ നമ്മൾ അതിന്റെ സമ്പൂർണമായിട്ടുള്ള ആധിപത്യം ആഗ്രഹിക്കുന്നു, നമ്മൾ ഇനി പിറകിലോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതിന്റെ വലിയൊരു സൂചനയായിട്ടാണ് ഇത് പുറത്തേക്ക് ഇറക്കുന്നത്. എൻക്രിപ്റ്റ് ചെയ്ത ആശയ സംവിധാനങ്ങളും സുരക്ഷിതമായിട്ടുള്ള ഡാറ്റ ലിങ്കുകളുമാണ് ഈ ടുപ്പുലേവ് എന്ന് പറയുന്ന ഈ ഡൂംസ് ഡേ വിമാനത്തിന്റെ പ്രത്യേകത. ശത്രുക്കളുടെ ഭീഷണികൾക്കിടയിലും ഭരണാധികാരികൾക്കും സൈനിക മേധാവികൾക്കും യുദ്ധതന്ത്രങ്ങൾ ഏകോപിപ്പിക്കാനും ഇത് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും എന്താണ് ഡൂംസ് ഡേ വിമാനമെന്നും ഈ ടുപ്പുലേവിന്റെ പ്രത്യേകത എന്താണെന്നും ഒക്കെ കിട്ടും. പക്ഷെ ഇത് ടെഹ്റാന് മുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത്, അത് സത്യം പറഞ്ഞാൽ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ എമ്പുരാനിലെ മോഹൻലാലിന്റെ ഒരു സീനാണ്. എന്റെ പിള്ളേരെ തൊടുന്നോട് എന്ന് പറഞ്ഞ മോഹൻലാൽ ഒരു പോലീസുകാരനെ നെഞ്ചത്ത് കാലെടുത്ത് വെക്കും. സമാനമായിട്ടുള്ള രീതിയിൽ റഷ്യ അതിന്റെ മുകളിലേക്ക് എത്തിയത് ഒരു വലിയ വാർത്തയാണ് ചേട്ടാ. താങ്കൾ കഴിഞ്ഞ ദിവസം തന്നെ ഇത് സൂചിപ്പിച്ചു. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം. എന്താണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്ന ഈ യുദ്ധത്തിലെ പുതിയ തന്ത്രങ്ങൾ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം.
അത് ഇത് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇന്നിപ്പോ ഞാൻ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ബഹ്റിനടക്കമുള്ള രാജ്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, ജാഗ്രത നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഈ പോസ്റ്റ് ചെയ്യുന്ന എവിടുന്നാണെന്നറിയാമോ? ബഹ്റിനിലെ ഒരു ബേസിൽ നിന്നാണ്. അതായത് നമ്മളതിന് സാധാരണ ബങ്കർ എന്ന് പറയും. അപ്പോഴാണ് ആളുകൾ പറയുന്നത് അതിന് ഗൾഫ് നാടുകളിൽ ബങ്കർ ഇല്ലല്ലോ. ബങ്കർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഷെൽട്ടറിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഷെൽട്ടറിൽ നിന്നാണ് അദ്ദേഹം പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ ഇങ്ങനെയുള്ള വാർത്തകൾ കേട്ടാൽ മൂടിപ്പുതച്ച് കിടന്നുറങ്ങുമായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം അതിന് സംഭവിച്ചില്ല. വലിയ സ്ഫോടനങ്ങളും വലിയ അഗ്നിഗോളവും ഞാൻ കണ്ടു. ഇപ്പോഴും ആ ഇതിലിരിക്കുകയാണ്, ആ ഷെൽട്ടറിലാണ് ഞാനിപ്പോൾ. അലാറം വീണ്ടും മുഴങ്ങുന്നുണ്ട്, ഷെൽട്ടറിൽ തന്നെ തുടരേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണ് ഈ രഞ്ജിത്ത് ഗോപാലകൃഷ്ണന്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. കാരണം ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ പലരും നമ്മൾ നേരത്തെ തന്നെ ഈ മുന്നറിയിപ്പ് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതൊരു ഇൻഫർമേഷൻ കൂടിയാണ് നമ്മൾ പറയുന്നത്. അല്ലെ നമുക്ക് കയ്യിൽ നിന്നിട്ട് UAE മുന്നറിയിപ്പ് കൊടുത്തെന്ന് പറയാൻ കഴിയില്ല, ബഹ്റിൻ മുന്നറിയിപ്പ് കൊടുത്തെന്ന് പറയാൻ കഴിയില്ല. അവരുടെ ഭരണാധികാരികൾ അവർ ഒഫീഷ്യലായിട്ട് എക്സ്പോസ്റ്റ് ചെയ്യും. ആ എക്സ്പോസ്റ്റ് ചെയ്യുന്ന എടുത്തിട്ടാണ് ധനുഷ് മിക്കവാറും അത് വായിക്കാറുള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മൾ ഒഫീഷ്യലായിട്ട് വരുന്ന വിവരം പറയാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ നിന്നിട്ട് പറയാൻ കഴിയില്ലല്ലോ. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ആ എക്സ് പോസ്റ്റ് കാണാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മലയാളിക്ക് അതുകൊണ്ടൊരു ഗുണപ്പെടുന്നെങ്കിൽ പെട്ടോട്ടെ എന്ന് കരുതിയാണ് പറയുന്നത്. പക്ഷെ അതിന് താഴെ വരുമ്പോൾ പറയും, ഞാനിപ്പോൾ ബഹ്റിലെ ഇവിടെ നിൽക്കുകയാണല്ലോ, സൈനിക കമാൻഡിന്റെ നടുക്ക് നിൽക്കുകയാണല്ലോ, അവിടെ നിന്ന് ചായ കുടിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകൾ വരാറുണ്ട്. അങ്ങനെയുള്ളവരുടെ പറയാനുള്ള കാര്യം, ഇങ്ങനെയുള്ള സമയങ്ങളിൽ പരിഹസിക്കാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ ഈ സ്ഥലത്തൊന്നും ഇല്ല എന്നും ഈ രാജ്യങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല എന്നുള്ളത് കാര്യം വ്യക്തമായിട്ട് നമുക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ അത് ഒരു അവഹേളനം കൂടിയാണ്. ഈ വ്യക്തിയുടെ പോസ്റ്റ് ഞാൻ എടുത്തു പറയാൻ കാരണം ആ വ്യക്തി അവിടുത്തെ ആ ഒരു ദുഃഖകരമായ അല്ലെങ്കിൽ ഭീതിജനകമായ ഒരു കാര്യം അതിൽ വിവരിച്ചതുകൊണ്ടാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ യുദ്ധം തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ധനുഷ്, ഇത് ഇറാനേക്കാൾ കൂടുതൽ ആവശ്യം ഈ യുദ്ധത്തിന് റഷ്യക്കാണ് എന്ന് പറഞ്ഞു. കാരണം റഷ്യയെ സംബന്ധിച്ച് ഈ അമേരിക്ക എന്ന് പറയുന്ന ലോകത്തിലെ ഒരു വമ്പൻ ശക്തി തന്നെയാണ്, ലോക പോലീസ് തന്നെയാണ്. ഈ അമേരിക്കയെ എവിടെയെങ്കിലും ഒരിടത്ത് തടയിട്ട് നിർത്തിയില്ലെങ്കിൽ, ഞാൻ ആ വാക്ക് തന്നെയാണ് സ്ഥിരം ഉപയോഗിക്കാറുള്ളത്, തടയിട്ട് നിർത്തിയില്ല എങ്കിൽ സ്വാഭാവികമായി തന്നെ അവരുടെ ഒരു പിന്തുണയും നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണയും യുക്രൈനിൽ ലഭിക്കുകയും അത് റഷ്യക്ക് ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായാണ് ഈ യുദ്ധം നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് എന്ന് നമ്മൾ അന്ന് പറഞ്ഞു. റഷ്യയുടെ മാത്രമല്ല ചൈനയുടെ ആവശ്യം കൂടിയാണ് ഈ നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത്. രണ്ടാമത് ഞാൻ ഇന്നലെ ഒരു കാര്യം, ഇന്നലത്തെ എപ്പിസോഡ് കണ്ടറിയാം, ഇന്നലെ ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞു. റഷ്യ ഒരു മടങ്ങി വരവ് ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് മടങ്ങി വന്നേ പറ്റൂ. കാരണം ശീതയുദ്ധ കാലഘട്ടത്തിൽ അമേരിക്ക റഷ്യ എന്ന് പറയുന്ന രണ്ട് ധ്രുവങ്ങൾക്കിടയിൽ ലോകം വിഭജിച്ചു പോയി. ആ ഒരു കാലം ഇനി തിരിച്ചു വരില്ല. കാരണം അതിനിടയിൽ പല ശക്തികളും ഉയർന്നു വന്നു. ചൈന ഉയർന്നു വന്നു, ഇന്ത്യ ഉയർന്നു വന്നു, മറ്റു ചിലർ താഴോട്ട് പോയി. യൂറോപ്യൻ കൺട്രീസിലെ ചില രാജ്യങ്ങളൊക്കെ, ജർമ്മനി ആയാലും ജപ്പാൻ ആയാലും, ആ പഴയ ഒരു പവറിലേക്ക് ആർക്കും പിന്നെ തിരിച്ചു വരാൻ കഴിയാതെ വന്നു. ചിലർ പുതിയതായിട്ട് ഉദയം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ റഷ്യയെ സംബന്ധിച്ച് കുറഞ്ഞ പക്ഷം ഈ ഏഷ്യയുടെ എങ്കിലും ഹീറോ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഏഷ്യയുടെ എങ്കിലും തലപ്പത്തിരിക്കുക, തലവനായിരിക്കുക എന്നുള്ള അതാണ് അവരെ സംബന്ധിച്ച്. കാരണം അവരതിൽ നിന്ന് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് വളരെ വേഗം കൈകടക്കാൻ പോകുന്നത് ചൈനയായിരിക്കും. സാമ്പത്തികമായി നിലവിൽ റഷ്യയേക്കാൾ വളരെ മുകളിൽ തന്നെയാണ് ചൈനയും ഇന്ത്യയും ഒക്കെ ഇപ്പോൾ നിലനിൽക്കുന്നത് സാമ്പത്തികമായിട്ട്. പക്ഷെ സൈനികപരമായി കൂടെ അവർ ആ ഒരു വളർച്ച നേടിക്കഴിഞ്ഞാൽ പിന്നെ റഷ്യ എന്ന് പറയുന്ന സാധനം ചരിത്രത്തിന്റെ പിക്ചറിൽ ഇല്ലാതായി പോകും. അതുകൊണ്ട് അവർക്ക് അതും അവർ ആഗ്രഹിക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, റഷ്യ സ്റ്റേണായിട്ട് നിന്നെങ്കിൽ മാത്രമേ, ഇല്ലെങ്കിൽ ഈ ഭാഗത്തെ വൻ ശക്തികൾ എന്ന് പറയുന്നത് റഷ്യ, ഇന്ത്യ, ചൈനയാണ്. ഇവര് സ്റ്റേണായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഇവരുടെ കീഴിൽ ബ്രിക്സ് കൂട്ടായ്മ വളരെ ശക്തമാവുകയുള്ളൂ. G7 അപ്പുറത്തേക്ക് ബ്രിക്സ് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്ഥാപകർ ഇല്ലെങ്കിൽ ആ സ്ഥാപകരായ വൻശക്തികൾ കട്ടക്ക് നിൽക്കണം. അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നെങ്കിൽ മാത്രമാണ് അവർക്കത് നടപ്പാക്കി എടുക്കാൻ കഴിയുള്ളൂ. ലോകത്തിന്റെ തന്നെ ഏതാണ്ട് 50% ജനം താമസിക്കുന്ന ഈ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മ ഉറപ്പിച്ച് നിർത്തുക മാത്രമല്ല, അതിനകത്ത് ഇനി അവർക്ക് മുൻപോട്ട് പോകണമെങ്കിൽ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇനി മുൻപോട്ട് പോകണമെങ്കിൽ ഡോളറിനെ മാത്രം ആശ്രയിച്ച് ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം പലരും ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെയൊക്കെ മൂല്യം കുറയുന്നതിനെ കുറിച്ച് ഇവിടെ പലരും കളിയാക്കാറുണ്ട്. അത് നമ്മൾ ഡോളറൈസേഷനിലേക്ക് പോകുന്നതാണ്. ഡോളറൈസേഷനിലേക്ക് എന്ന് പോയി തുടങ്ങുന്നു അന്നേ നമുക്കൊക്കെ മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് ചടുലമായ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യ മിഡിൽ ഈസ്റ്റിലുള്ള എണ്ണ ഉൽപാദക രാജ്യങ്ങളിൽ നിന്ന് ദീർഘകാല കരാറുകളിൽ നിന്ന് ഇന്ത്യ പിന്മാറി. പകരം ഇന്ത്യ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ ഉള്ള കച്ചവടം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ലേലം വിളിയൊക്കെ ധനുഷ് കണ്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ഓഹരി വിപണിയൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പം ആ കയറുന്ന ഇറങ്ങുന്ന അനുസരിച്ച് സ്പോട്ടിൽ കച്ചവടം ചെയ്യാം.
അതായത് ദീർഘകാല കരാർ പ്രാക്ടിക്കൽ ആകില്ല ഇനി മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ച്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇന്ത്യ ദീർഘകാല കരാറിൽ നിന്ന് പിന്മാറുന്നത്. കാരണം ഒരു 10 വർഷത്തേക്ക് നമ്മൾ എണ്ണ ഇത്ര ശതമാനം എണ്ണ വേണം എന്ന് പറഞ്ഞ് ഇത്ര ബാരൽ എണ്ണ വേണമെന്ന് ഒരു കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായി കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പോട്ട്, അത് തന്നെയല്ലേ വിലയിലെ ഉള്ള വ്യത്യാസങ്ങൾ വളരെ വലുതാണ്. ഇതാകുമ്പോൾ സ്പോട്ടിലാകുമ്പോഴത്തേക്കും ചില ദിവസങ്ങളിൽ ലാഭത്തിന് കിട്ടും, ചില ദിവസം നഷ്ടത്തിലും കിട്ടും. ഇങ്ങനെ പോകുമ്പോൾ സ്പോട്ടാണ് ലാഭം. അതിലേക്ക് ഇന്ത്യ പോലും മാറി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഭാവിയിലേക്ക് വരാൻ പോകുന്നത് ഈ ഡോളറിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയല്ല. പക്ഷെ അതിന് ചുക്കാൻ പിടിക്കേണ്ടത് ആരാണ്? റഷ്യ പോലൊരു രാജ്യമാണ്. ഇതിനിടയിൽ ചൈനയും വല്ലാത്ത രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് അമേരിക്കയെ ഒന്ന് ഡൗൺ ചെയ്യിക്കുക. ഡൗൺ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഈ ഒരു അപ്രമാദിത്യത്തെ ഒന്ന് ഡൗൺ ചെയ്യിച്ച് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ചൈനയ്ക്കായാലും മറ്റുള്ള രാജ്യങ്ങൾക്കായാലും മുൻപോട്ട് പോകാൻ കഴിയൂ. ഇന്ത്യയുടെ ആവശ്യം അത് തന്നെയാണ്. കാരണം ട്രംപിന് റെസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ട്രംപ് ആദ്യം തിരിയുന്ന ഒരു രാജ്യം ഇന്ത്യ ആയിരിക്കും. അതാണ് ഇവിടെ നടക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങനെ പോകുന്ന അനവധി കാര്യങ്ങൾ. ഇതിനിടയിൽ ഇന്ത്യക്കെതിരെ നിരന്തരം ആക്രോശിച്ചുകൊണ്ടിരുന്ന, ഇന്ത്യക്ക് താരിഫ് ചുമത്തണമെന്ന് ട്രംപിനെ ഉപദേശിച്ചുകൊണ്ടിരുന്ന ഉപദേശകൻ കൊല്ലപ്പെട്ടു. ഇതിന്റെ പിന്നിൽ ഇറാനാണോ റഷ്യയാണോ എന്നുള്ള തർക്കമാണ് ഇപ്പോൾ ലോകത്തെങ്ങും നടക്കുന്നത്. ഏതായാലും ഇറാൻ കൊന്നു ഇറാൻ പറയുന്നു, റഷ്യയാണ് അതിന്റെ പിന്നിൽ നിന്ന് മറ്റു ചിലർ പറയുന്നു. അങ്ങനെ നടക്കുന്നത്. എന്തായാലും ഭാഗ്യത്തിന് നമ്മുടെ രാജ്യത്തിന്റെ പേരാരും പറഞ്ഞില്ല. ഇപ്പോൾ ഇറാൻ വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് മാത്രമല്ല, ഇത് ആദ്യമായി മിഡിൽ ഈസ്റ്റിന്റെ മണ്ണിൽ ഇറാന്റെ കൂടെ പരസ്യമായി റഷ്യ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുവരെ പിന്നിൽ നിന്ന് കളിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് അവർ മുന്നിൽ നിന്ന് കളിക്കുന്നു. റഷ്യയെ സംബന്ധിച്ച് അവർക്ക് പിന്നാക്കം പോകാൻ കഴിയില്ല. ഒന്ന്, കാരണം മിഡിൽ ഈസ്റ്റിൽ അവർക്കുള്ള ഏറ്റവും വലിയ പിടുത്തമാണ് ഈ പറയുന്ന ഇറാൻ. അവർ ഈ അടുത്ത കാലത്ത് വീണ്ടും അഫ്ഗാനിസ്ഥാനുമായി ബന്ധം സ്ഥാപിച്ചെങ്കിൽ പോലും ഇറാൻ അവർക്ക് ഒഴിച്ചുകൂടാൻ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് റഷ്യ കടന്നു പോകുന്നത്. കാരണം അവർക്ക് എണ്ണ കിട്ടാത്ത ഒരു വലിയ സാഹചര്യമുണ്ട്. കാരണം അവരുടെ റിഫൈനറികളെല്ലാം തന്നെ ഉക്രൈൻ മിക്കവാറും ഒക്കെ തകർത്തിരിക്കുന്നു. അപ്പൊ എണ്ണ കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അവിടെ ഇറാനെ പോലൊരു രാജ്യം കൂടി തകർന്നു കഴിഞ്ഞാൽ ഇത് റഷ്യയെ ബാധിക്കുമെന്ന് റഷ്യക്ക് നന്നായി അറിയാം. അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്ക് വേണ്ട മിസൈലുകളും മറ്റുമൊക്കെ കൊടുത്ത് സഹായിച്ചിരുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. അപ്പോൾ സ്വാഭാവികമായി തന്നെ അവർക്ക് വരാം. ഇവിടെ ചോദ്യം അതല്ല. ഇവിടെ പബ്ലിക്കായിട്ട് റഷ്യ എത്തിയ സ്ഥിതിക്ക് റഷ്യയുടെ ഗുണ്ടയും സഹയാത്രികനുമായ ഉത്തര കൊറിയ കളത്തിലിറങ്ങുമോ എന്നൊരു ചോദ്യമാണ് ഇനി വരാനുള്ളത്. കിം ജോങ് ഉൻ എന്ന് പറയുന്നത് കൈതരിച്ചിരിക്കുകയാണ്. എവിടെ എങ്ങനെ ചെയ്യണമെന്ന് അറിയാമല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ്, ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ഇപ്പോൾ റഷ്യയിലേക്കൊക്കെ അദ്ദേഹത്തിന്റെ സൈന്യത്തെ വിട്ടുകൊടുത്തിരുന്നു, 10,000-ഓളം സൈനികരെ വിട്ടുകൊടുത്തു എന്നതുപോലെ ഇറാനിലേക്ക് ഉത്തര കൊറിയ വാക്കാലോ ഇല്ലെ പ്രവർത്തിയാലോ എന്തെങ്കിലും ഒരു സഹായം കൂടി ചെയ്യുകയാണെങ്കിൽ ഇപ്പുറത്തെ അമേരിക്ക, ഇസ്രായേൽ, GCC രാജ്യങ്ങളുടെ ആ ഒരു കൂട്ടായ്മ പോലെ തന്നെ ഇപ്പുറത്ത് ഒരു കൂട്ടായ്മ രൂപപ്പെടുകയാണ്. ഒരു കൂട്ടായ്മകൾ രൂപപ്പെടുകയാണ്. അങ്ങനെയെങ്കിൽ ഇത് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടുത്തെ കുറെ ഓപ്ഷൻസ് നിലനിൽക്കുന്നുണ്ട്. അതായത് വേണമെങ്കിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കും എല്ലാം കൂടി ഇടപെട്ടുകൊണ്ട് വളരെ ധൃതി പിടിച്ച് തന്നെ ഉക്രൈൻ വാർ അവസാനിപ്പിക്കാം. അതായത് റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ അവർക്ക് തന്നെ നൽകിക്കൊണ്ട് അതൊരു സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് അവർക്ക് ശ്രമിക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെയും ഒരു അയവ് കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നീണ്ടുപോകാനുള്ള സാധ്യതകളാണ് വളരെ കൂടുതൽ. പക്ഷെ എനിക്ക് തോന്നുന്നത് നീണ്ടുപോകാൻ, കാരണം ഇന്നലെ UK IRGC അതായത് ഇറാന്റെ സേനയെ, റവല്യൂഷണറി ഗാർഡുകളെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് ഒരു സൈന്യത്തെ ഭീകര സംഘടനയായിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി അതിന് നീണ്ടുപോകാനുള്ള സാധ്യതകളാണ് കൂടുന്നത്. കാരണം വലിയ ശക്തമായ അടിയും തിരിച്ചടിയുമായിട്ട് മുൻപോട്ട് പോകുന്നു. ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത്, റഷ്യ ഓൾറെഡി പരസ്യമായി എത്തുന്നു എന്ന് പറയുമ്പോൾ, അവരുടെ വിമാനങ്ങൾ അവിടെ വരുന്നു എന്ന് പറയുമ്പോൾ അത് ഇറാനിയൻ ജനതയ്ക്കും ഭരണകൂടത്തിനും സൈന്യത്തിനും കിട്ടുന്ന ആത്മവിശ്വാസം ചെറുതല്ല. അത് അവർക്കിനിയിപ്പോ കളത്തിലേക്ക് ഇനി അവർക്ക് ഗ്യാലറിയിൽ ഒതുങ്ങിയിരിക്കാൻ കഴിയില്ല റഷ്യയെ സംബന്ധിച്ച്. കാരണം ഇപ്പോൾ നിലവിൽ അവരൊരു യുദ്ധത്തിലായി പോയതുകൊണ്ടാണ്. ഇനി ഒരു രാജ്യത്തിനും, കാരണം എന്താണ് പറയുന്നത്, ഈ നമ്മൾ കണ്ടതാണ് ലോകത്തിൽ പല ഭാഗത്തും റഷ്യയുടെ കൂടെ നിൽക്കുന്ന മഡൂറോയെ പൊക്കി അകത്തിട്ടിരുന്നു, വെനിസുലയെ അവർ പിടിച്ചെടുക്കുന്നു, ക്യൂബയ്ക്ക് നേരെ അവർ പട നയിക്കുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ നിന്നു പോകുമ്പോൾ റഷ്യയെ സംബന്ധിച്ച് റഷ്യയുടെ കീഴിൽ അണിനിരക്കുന്ന, അല്ലെ റഷ്യ വിശ്വസിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടെ ഒരു റഷ്യയെ ഹീറോ ആയിട്ട് കണ്ട് മുൻപോട്ട് പോകുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതുകൊണ്ട് റഷ്യക്ക് പിന്മാറാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ കൗതുകത്തോട് ഉറ്റു നോക്കുന്ന ഒരു കാര്യം, കിം ജോങ് ഉന്നിന്റെ പ്രസ്താവന എന്തെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അധികം വൈകാതെ ഇന്നോ നാളെയൊക്കെ അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കാൻ സാധ്യതയുണ്ട്. ഞങ്ങളും വേണ്ടി വന്നാൽ ഇറാനെ സഹായിക്കുമെന്ന് മറ്റോ പറഞ്ഞ്. ഏതായാലും അതും കൂടെ കാണാൻ ഒരു കൗതുകമുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് കുറച്ചുകൂടെ കലുഷിതമാവും. അങ്ങനെ ഒരു രൂക്ഷമായ ഒരു രീതിയിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ സത്യത്തിൽ ഇത് അമേരിക്കയ്ക്ക് നന്നായി അറിയാം. റഷ്യയുടെ ഈ ഇടപെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഇവിടെ തളച്ചിട്ടുകൊണ്ട് ഉക്രൈനിലേക്ക് വലിയ രീതിയിലുള്ള അറ്റാക്കിനാണെന്ന്. ഒന്നുകിൽ ഈ ട്രംപും പുടിനുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ എന്തെങ്കിലും ആകാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇവര് പരസ്പരം ഏറ്റുമുട്ടുന്നതാകാം. ഏതായാലും ഇതിന്റെയൊക്കെ ചുരുളുകൾ അഴിയാനുണ്ട്. ഏതായാലും ഈ ഇന്നലെ ഇറാനിൽ ഇന്നിപ്പം
പുലർച്ചെ ഇറാനിൽ അമേരിക്ക നടത്തിയിരിക്കുന്നത് ഇറാന്റെ നഗരങ്ങളിലാണ് അവർ കൊണ്ട് ബോംബിങ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് ആറോളം സിവിലിയൻസ് ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ നിലയിലേക്ക് യുദ്ധം ഇപ്പം മാറിയിട്ടുണ്ട്. അതൊരു അപകടകരമായ കാര്യം. സൈനിക കേന്ദ്രങ്ങളെ, സൈനിക താവളങ്ങളെ ലക്ഷ്യം വെക്കുക എന്നുള്ളത് മാറി സാധാരണപ്പെട്ട ജനങ്ങളെ, സിവിലിയൻസിന് നേരെ ലക്ഷ്യം വെക്കുക എന്ന് പറയുമ്പോൾ യുദ്ധം കുറച്ചുകൂടി കൊടുമ്പിരി കൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മളുടെ ഈ പ്രവാസികളായിട്ടുള്ള ഒരു വലിയ വിഭാഗം ആളുകളും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ കണ്ടത് ഇറാൻ നേരിട്ട് സൗദി അടിക്കുന്നില്ല, പക്ഷെ ഹൂത്തികൾ സൗദി അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അതിന് തിരിച്ചടിയായിട്ട് സൗദി യമനിലെ റൺവേകൾ തകർത്തിട്ടുണ്ട്. ഇങ്ങനെ ആ ഒരു സൈഡിലും പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷെ മുൻപ് കണ്ടതുപോലെ തന്നെ ഈ GCC രാജ്യങ്ങളിലെല്ലാം വാരി വലിച്ചിട്ടുള്ള ഒരു ആക്രമണം നമ്മൾ കണ്ടില്ല. ഒപ്പം തന്നെ UAE ഒരു ടാങ്കറിനാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അതിനകത്താണ് ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നതും. ഇനി ഇത് ഓരോ മണിക്കൂറിലും ഇത് മാറി മറിയുകയാണ് ധനുഷേ. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ മീഡിയാസ് ഹെഡ്സിൽ പിടിക്കില്ലായിരുന്നു ഇറാന്റെ വാർത്തകൾ. ഇപ്പോൾ അവർ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഹെഡ്സിൽ വെച്ചിട്ട് ലൈവ് അപ്ഡേഷൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാകുന്നു എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സാധാരണഗതിയിൽ പിന്നോക്കം വെക്കുന്നതാണ്, റൺ ഡൗണിൽ താഴോട്ട് ഇറക്കി വെക്കേണ്ട വാർത്തകളാണ് ഹെഡ്സിൽ പിടിക്കുന്നു എന്ന് മാത്രമല്ല അത് ലൈവ് അപ്ഡേറ്റ്സിന്റെ ഒരു ഫോമിലേക്ക് അത് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ മലയാള മാധ്യമങ്ങൾ ഇടയ്ക്കും തലയ്ക്കുമൊക്കെ അത് കൊടുത്തു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ പിന്നെ നാഷണൽ ഇന്റർനാഷണൽ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നവരായതുകൊണ്ട് മാത്രം നമ്മൾ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിങ്ങനെ തുടരുകയാണ്. എനിക്ക് തോന്നുന്നു മുമ്പ് ഗൾഫ് വാറൊക്കെ നടന്നിട്ടുണ്ട്. അന്ന് ഇതുപോലുള്ള റിപ്പോർട്ടിംഗ് ഒന്നുമില്ല, സംവിധാനങ്ങളും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ വിവരങ്ങൾ അപ്പോഴപ്പോഴും കൊടുക്കുക. കാരണം പലപ്പോഴും പ്രവാസികൾ നമ്മളെയൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മളെപ്പോലുള്ള മറ്റ് ചാനലുകളുടെയും ഒക്കെ വാർത്തകളാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം അവർ ഒരുപക്ഷെ ജോലിയിലായിരിക്കാം, അല്ലെങ്കിൽ മറ്റിടങ്ങളിലായിരിക്കാം. കാരണം അവർക്കപ്പം ഈ TV ചാനലുകളൊക്കെ കാണാനുള്ള ഒരു അസൗകര്യമുണ്ട്. ഇതാകുമ്പോഴേക്കും ഇവർക്ക് ഹെഡ്സെറ്റ് ചെവി കുത്തിക്കൊണ്ട് അവരുടെ ജോലിയും നടക്കും. അതിനകത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് കാര്യങ്ങൾ അറിയാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് അവർ വിളിക്കാറുമുണ്ട്.